തിലാവത്തിൻ്റെ സുജൂദിലും സഹവിൻ്റെ സുജൂദിലും പറയേണ്ട ദുആക്കൾ ഏതൊക്കെയാണ്? നമ്മൾ നിരന്തരം പറഞ്ഞാലും മറന്നുപോകുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോകുന്ന പ്രധാനപ്പെട്ട രണ്ട് പ്രാർത്ഥനകളാണ്. ഒന്ന്, ഇത് പഠിച്ചവർക്ക് മാറിപ്പോകുന്നുണ്ട് ചിലപ്പോൾ. രണ്ട്, പഠിച്ചവർക്ക് ഇത് ചൊല്ലാൻ ആ സമയത്ത് കഴിയാതെ പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നാം പഠിച്ചു വെക്കേണ്ടുന്ന, എത്ര തിരക്കായാലും നമ്മുടെ തലയിൽ എന്തൊക്കെ നാം വേറെ പഠിച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കലും മറക്കാതെ മായാതെ നിൽക്കേണ്ടുന്ന പ്രധാനപ്പെട്ട രണ്ട് പ്രാർത്ഥനകളാണ്. തിലാവത്തിൻ്റെ സുജൂദിലെ പ്രാർത്ഥന നമുക്കറിയാം. സജദ വജ്ഹിയ ലില്ലദി ഖലഖഹു വസവ്വറഹു വശഖ്ഖ സംഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വത്തിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഇത് ഒരുപാട് പ്രാവശ്യം അൽ ജവാബിലും അൽ ബയാനിലും പഠിപ്പിച്ചിട്ടുള്ളതാണ്. എന്നാലും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചതൊന്ന് നോക്കാൻ, അല്ലെങ്കിൽ പഠിച്ചു വെച്ചതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ഒന്ന് തിരുത്താൻ. പരിശുദ്ധ റമദാനാണല്ലോ. റമദാനിൽ പഠിക്കുന്നതിനും ഇൽമു പഠിക്കുന്നതിനും ചോദിക്കുന്നതിനൊക്കെ വലിയ കൂലിയാണ്. അതുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. റമദാനിൽ അൽബയാനിലേക്ക് ക്വസ്റ്റ്യൻ അയക്കുന്നവർക്ക് പ്രതിഫലം സാധാരണ അയക്കുന്നതിനേക്കാളും കൂടുതലാണ്. അത് നിങ്ങൾ മറക്കരുത്. അൽ ജവാബ് കൃത്യമായിട്ട് 9:30 മണിക്കൊണ്ട് വെള്ളിയാഴ്ച അത് കാണുന്നുണ്ടാവും. കാണണമെന്നുകൂടി ഓർമ്മപ്പെടുത്താണ്. അപ്പോൾ റമദാനിൽ ഈ ഇൽമിൻ്റെ ചർച്ചകൾ, ഈ ഇൽമ് പിന്നെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക, ഇൽമ് കേൾക്കുക, അതിനൊക്കെ പ്രത്യേക കൂലിയാണ്. അപ്പോൾ ഇത് നമുക്ക് പഠിക്കാമല്ലോ. ഒന്നുകൂടി പഠിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. സജദ വജ്ഹിയ ലില്ലദി ഖലഖഹു വസവ്വറഹു വശഖ്ഖ സംഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വത്തിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. രണ്ടാമത്തത് സഹ്വിൻ്റെ സുജൂദാണ്. സഹ്വ് എന്ന് പറഞ്ഞാൽ നമുക്ക് അബാദ് സുന്നത്തുകളെ മറന്നുപോകുന്ന, ഇപ്പോൾ നമസ്കാരത്തിൻ്റെ ഇടയിലെ ഇരുത്തത്തെ മറന്നുപോകുന്ന, സുബഹിയിലെ കുനൂത്തിനെ മറന്നുപോകുന്ന അവസ്ഥയിൽ സലാം വീട്ടുന്നതിന് മുമ്പായി ചെയ്യുന്ന സഹ്വിൻ്റെ സുജൂദ്. സുബ്ഹാന മൻ ലാ യനാമു വലാ യസ്ഹു എന്നാണ് ആ സുജൂദിൽ പറയേണ്ടത്. സുബ്ഹാന മൻ ലാ യനാമു വലാ യസ്ഹു.